ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞിരുന്നാൽ അത് ഉണങ്ങാനായിട്ട് ആദ്യം എന്തൊക്കെ ചെയ്യണം? പലരും പറയും അപ്പോൾ തന്നെ നിങ്ങൾ ബീറ്റാഡിൻ പുരട്ടുക, ഇല്ലെങ്കിൽ നിങ്ങൾ സോപ്പിട്ട് കഴുകുക, അതിനുശേഷം ഡെറ്റോൾ നന്നായിട്ട് പുരട്ടുക. ചിലർ പറയുന്ന കേൾക്കാം നമ്മൾ കടയിൽ പോയി നന്നായിട്ട് മരുന്നുകൾ വാങ്ങിച്ച് ഡ്രസ്സ് ചെയ്താൽ മതി ഉണങ്ങുമെന്ന്. വേറെ ചിലർ പറയും വീട്ടിൻ്റെ മുന്നിലുള്ള ഈ ചില ഇലകൾ പറിച്ച് ചതച്ച് മുറിവിൽ പുരട്ടിയാൽ മതി ഉണങ്ങുമെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഈ മരുന്ന് വയ്ക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഇപ്പോൾ ഡെറ്റോൾ വെച്ച് തുടയ്ക്കുന്നു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുമോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിൻ്റെ പുറത്ത് ഇതെല്ലാം പുരട്ടുന്നത് ആ ഭാഗത്തുള്ള പൊടിയും ബാക്ടീരിയകളും പോകുന്നതിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഒരു ഭാഗത്തെ മുറിവ്, അതിപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ഉരഞ്ഞുള്ള മുറിവുകളായിക്കോട്ടെ, വലിയ കീറലുകളായിക്കോട്ടെ, ഇതെല്ലാം ഉണക്കുന്നത് നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു മുറിവ് ഉണക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ശരിയായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഭാഗത്തുള്ള മുറിവുകൾ ഉണങ്ങത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്നതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പലരും പറയുന്ന കേൾക്കാം, എടാ നിനക്ക് മുറിവുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങുന്നവരെ നീ നോൺ വെജ് കഴിക്കരുത്, മുറിവ് ഉണങ്ങുന്നവരെ മുട്ട കഴിക്കരുത്, മുട്ട കഴിഞ്ഞാൽ പഴുക്കും എന്നെല്ലാം പറയാറുണ്ട് ഇല്ലേ? ഇതൊക്കെ ശരിയാണോ? യഥാർത്ഥത്തിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുന്നതിന് എന്തെല്ലാം ചെയ്യണം പറഞ്ഞുതരാം. ബേസിക്കലി ഒരാൾക്ക് മുറിവ് വന്നാൽ മുറിവ് വേഗം ഉണങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മുറിവ് ഉണങ്ങാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിലൂടെ എത്തിക്കണം. എങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് അത് ഉണങ്ങത്തുള്ളൂ. അത് ഈ പറഞ്ഞ പോലുള്ള നാട്ടിലുള്ള ഒറ്റമൂലികൾ അരച്ച് പുരട്ടിയത് കൊണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ പല ഭക്ഷണവും കഴിക്കാതിരുന്നുകൊണ്ടോ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. മുറിവിനെ പ്രധാനമായിട്ടും ഉണങ്ങുന്നതിനെ ചെറുക്കുന്ന 2-3 ഭക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തത് മധുരമാണ്. നിങ്ങളിപ്പം ഡയബറ്റിക് അല്ലെങ്കിൽ പോലും നിങ്ങൾ മധുരം ചേർന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ മുറിവ് ഉണങ്ങുന്നതിന് കാലതാമസം ഉണ്ടാക്കും. അതുകൊണ്ട് ഡയബറ്റിക് ആണെങ്കിലും അല്ലെങ്കിലും, പ്രമേഹ രോഗമൊന്നും ഇല്ലെങ്കിൽ പോലും മുറിവ് ഉണങ്ങുന്നത് വരെ മധുരം പൂർണ്ണമായിട്ടും കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. രണ്ടാമത്തത് ഗ്രീസി ഫുഡ്സ്. ഗ്രീസി ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന നല്ല ക്രീമും ഒത്തിരി ഈ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളരെ ഹൈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ട് എണ്ണയിൽ വറുത്ത് മുരിച്ച ഭക്ഷണം, ഇതെല്ലാം മുറിവ് ഉണങ്ങുന്നവരെ ഒഴിവാക്കുക. കാരണം ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാകും. ഓൾറെഡി നമുക്കൊരു മുറിവ്, ആ ഭാഗത്തൊരു നീർക്കെട്ട് ഇൻഫ്ലമേഷനുണ്ട്. അതിൻ്റെ ഒപ്പം ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഭക്ഷണങ്ങൾ കൂടി കഴിച്ചാലോ അത് മുറിവ് ഉണങ്ങുന്നതിന് താമസിക്കും. മാത്രമല്ല കൂടുതലായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നതിനോ പഴുക്കുന്നതിനോ എല്ലാം കാരണമാകും. അതുകൊണ്ട് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം ആവശ്യത്തിന് ചെല്ലും. ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ രക്തം വളരെ സ്മൂത്തായിട്ട് ഓടുകയും നമ്മുടെ മുറിവ് പറ്റിയ ഭാഗത്തേക്ക് രക്തം വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്യും. മുറിവ് ഉണങ്ങുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വെള്ളമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഭാഗത്ത് മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്ന് ഇപ്പം രക്തമൊലിക്കുന്നത് നിന്നാൽ പോലും ആ ഭാഗത്തു നിന്ന് നീരൊലിപ്പുണ്ടാവും ഇല്ലേ? നമ്മൾ മുറിവ് കെട്ടിവെച്ചാൽ പോലും നനവ് ഇഷ്ടംപോലെ പുറത്തേക്ക് വരുന്നതാണ്. എന്താണ് മുറിവിൽ വരുന്ന നീരൊലിപ്പ്? നമ്മുടെ രക്തത്തിലുള്ള പ്രോട്ടീനുകൾ, ആൽബുമിനാണ് മുറിവിലൂടെ ഒലിച്ചു പോകുന്നത്. സാമാന്യം നല്ലൊരു മുറിവാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഏകദേശം 100 ഗ്രാം പ്രോട്ടീൻ വരെ ഈ മുറിവിലൂടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പ്രോട്ടീനുകൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ് മുറിവ് ഉണങ്ങുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. കാരണം ഈ ഭാഗത്തുള്ള കൂടുതലായിട്ടുള്ള മസിലുകൾ ഉണ്ടാകുന്നതിന്, ആ ഭാഗത്ത് പുതിയ പുതിയ രക്തക്കുഴലുകൾ വരുന്നതിന്, ഫൈബ്രിനോജൻ ഫോം ചെയ്യുന്നതിനെല്ലാം ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോട്ടീൻ ഭക്ഷണങ്ങളാണ്. പ്രോട്ടീൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ലീൻ മീറ്റ്. നമ്മുടെ ശരീരത്തിനകത്ത് പെട്ടെന്ന് അലർജി ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള പ്രോട്ടീനുകൾ വേണം കഴിക്കാൻ. പ്രധാനമായിട്ടും ലീൻ മീറ്റ്, വൈറ്റ് മീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിക്കനും മീനും മുട്ടയും തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് മുറിവ് ഉണക്കാൻ പ്രധാനമായിട്ടും കഴിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ശരീരഭാരം അനുസരിച്ച് വേണം കഴിക്കാൻ. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 70 കിലോഗ്രാം ഭാരം ഉണ്ടെങ്കിൽ എറൗണ്ട് ഒരു 40 മുതൽ 50 ഗ്രാം വരെ ഞാൻ ഈ പറഞ്ഞ ചിക്കൻ, മീന് പോലുള്ള ഘടകങ്ങൾ ഒരു ദിവസം കഴിച്ചിരിക്കണം. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പയറ്, കടല, പരിപ്പ്, നട്ട്സ് പോലുള്ളവ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. നമ്മൾ നോൺ വെജ് കഴിക്കുന്നതിനേക്കാൾ പ്രോട്ടീൻ കണ്ടൻറ്റ് അളവ് വെജിറ്റേറിയൻ ഭക്ഷണത്തിനകത്ത് താരതമ്യേന ഒരല്പം കുറവായതുകൊണ്ട് ഇവയുടെ അളവ് ഒരല്പം കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കേണ്ടി വരും. കൂടാതെ നിങ്ങൾക്ക് പാലുൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പനീർ, യോഗേട്ട്, തൈര്, ചീസ് പോലുള്ള ഘടകങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വഴിക്കും ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കണ്ടൻറ്റുകൾ ശരീരത്തിൽ കിട്ടും. പ്രോട്ടീനുകൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ മുറിവ് അപ്പോൾ തന്നെ ഉണങ്ങി വരുമോ? ഇല്ല.
പ്രോട്ടീനുകളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിനകത്ത് കൊളാജൻ ഇലാസ്റ്റിൻ പോലുള്ള ടിഷ്യൂ ശരീരത്തിന് ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ കൊളാജൻ ഇലാസ്റ്റിൻ ടിഷ്യൂ ഇവിടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും വേണ്ട അടുത്ത ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഈ പ്രോട്ടീൻ ഭക്ഷണങ്ങളിൽ നിന്നും കൊളാജന് ഇലാസ്റ്റിനും ശരീരത്തിനും ഉണ്ടാക്കി വളരെ പെട്ടെന്ന് ഏത് ഭാഗത്താണോ മുറിവുണ്ടായത് അവിടെ നമുക്ക് പുറമെ കവറിങ് ആയിട്ട് ഫോം ചെയ്യും. ഇതിനാണ് വൈറ്റമിൻ സി പ്രധാനമായിട്ട് സഹായിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട് പെട്ടെന്ന് മാറ്റുന്നതിനും വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. ഏറ്റവും റിച്ചായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേരയ്ക്ക, മാമ്പഴം, അത്യാവശ്യം ചെറിയ പുളി അടങ്ങിയിട്ടുള്ള മാമ്പഴം, കൂടാതെ ബെറീസ്, നെല്ലിക്ക പോലുള്ളവയ്ക്കകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. ബ്രോക്കോളി, അതേപോലെ ക്യാപ്സിക്കം, ഇവയ്ക്കകത്തെല്ലാം വളരെ സമൃദ്ധിയായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ കൂടി അതോടൊപ്പം ഉൾപ്പെടുത്താൻ നോക്കുക. ഇനി മുറിവ് ഉണക്കാൻ വേണ്ട അടുത്ത ഘടകം എന്ന് പറയുന്നത് സിങ്കാണ്. പണ്ട് കോവിഡ് കാലത്ത് ഈ ഇൻഫെക്ഷൻ, ശരീരത്തിലുണ്ടാകുന്ന കോവിഡ് ഇൻഫെക്ഷൻ എല്ലാം മാറുന്നതിന് സിങ്ക് പ്രധാനമായിട്ടും കഴിക്കണമെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന, പ്രത്യേകിച്ച് ഒരു മുറിവുണ്ടാകുമ്പോൾ അതിന് ചുറ്റും ഒരു നീർക്കെട്ടുണ്ടാകും. ഈ നീർക്കെട്ടും ഇൻഫ്ലമേഷനും മാറുന്നതിനും മുറിവിനകത്ത് ബാക്ടീരിയകൾ വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാതിരിക്കുന്നതിനും സിങ്ക് പ്രധാനമായിട്ടും വേണം. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സിങ്ക് തന്നെയാണ് ആവശ്യം. ഇതുകൊണ്ട് മാത്രം സിങ്കിൻ്റെ ഗുണം തീരുന്നില്ല. നമ്മുടെ മുറിവിനകത്തേക്ക് പുതിയ പുതിയ രക്തക്കുഴലുകൾ ഫോം ചെയ്യുന്നതിനും അതിലൂടെ വളരെ പെട്ടെന്ന് ഫൈബ്രോബ്ലാസ്റ്റുകൾ എത്തി ഫൈബ്രിനോജൻ ഫോം ചെയ്യുന്നതിനും എല്ലാം തന്നെ നമുക്ക് സിങ്ക് പ്രധാനമായിട്ടും ആവശ്യമാണ്. മാത്രമല്ല, ഈ ഭാഗത്തുള്ള കോശങ്ങൾ വളരെ പെട്ടെന്ന് വന്ന് അഗ്രിഗേറ്റ് ചെയ്യുന്നതിനും സിങ്ക് സഹായിക്കുന്നുണ്ട്. ഏറ്റവും സമൃദ്ധിയായിട്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹോൾ ഗ്രെയിൻസിലെ തവിടുള്ള ചോറ് അല്ലെങ്കിൽ ഗോതമ്പ് പോലുള്ള തവിടുള്ള ധാന്യങ്ങൾ, കൂടാതെ നട്ട്സ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ നട്ട്സിനകത്തും ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇറച്ചിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്, മുട്ടയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്, പാൽ ഉൽപ്പന്നങ്ങൾക്കകത്ത് അടങ്ങിയിട്ടുണ്ട്, ചെറിയ അത്യാവശ്യം പച്ചക്കറികൾക്കകത്തെല്ലാം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടി സമൃദ്ധിയായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. ഇനി മുറിവ് ഉണക്കാൻ വേണ്ട അടുത്ത ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ മുറിവിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് മാറ്റുന്നതിനും മുറിവ് വളരെ പെട്ടെന്ന് ഊറിക്കൂടുന്നതിന് ആവശ്യമായിട്ടുള്ള കൊളാജൻ നല്ല കട്ടിക്ക്, നല്ല ഭംഗിക്ക്, നല്ല വൃത്തിക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിലും വൈറ്റമിൻ എ തന്നെയാണ് സമൃദ്ധിയായിട്ട് ആവശ്യമായിട്ടുള്ളത്. വൈറ്റമിൻ എ കണ്ടൻറ്റ് അതുമാത്രമല്ല ഈ മുറിവിനകത്തുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. രക്തക്കുഴലുകൾക്കകത്തൂടെ അതിൻ്റെ സ്മൂത്ത്നെസ് വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ആ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന കോശങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന്, അതായത് പുതിയതായിട്ട് ഹെൽത്തി കോശങ്ങൾ വന്നാൽ മാത്രമേ മുറിവ് നന്നായിട്ട് ഉണങ്ങത്തുള്ളൂ. ചിലരുടെ മുറിവുകൾ കണ്ടിട്ടില്ല, എത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരുന്നാലും വീര്യം കൂടി ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചിരുന്നാലും മുറിവ് ഉണങ്ങത്തില്ല. അവസാനം ഡോക്ടർമാർ പല രീതിക്ക് ഈ മുറിവ് ഉണക്കാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ വൈറ്റമിൻ എ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ സഹായിക്കും. വൈറ്റമിൻ എ ഏറ്റവും റിച്ചായിട്ട് അടങ്ങിയിട്ടുള്ളത് മുട്ടയ്ക്കകത്താണ്. കൂടാതെ അത്യാവശ്യം നട്ട്സിനകത്ത്, നമ്മുടെ ഈ ഓർഗൻ മീറ്റ്സിനകത്ത്, കരളിനകത്തെല്ലാം തന്നെ സമൃദ്ധിയായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ലീഫി വെജിറ്റബിൾസിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ, പാലുൽപ്പന്നങ്ങൾ നിങ്ങൾ പതിവായിട്ട് ഈ മുറിവ് ഉണങ്ങുന്നവരെ കഴിക്കാനായിട്ട് നോക്കുക. വളരെ പെട്ടെന്ന് മുറിവ് ഉണങ്ങി വരുന്നതാണ്. ഇനി അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി നോക്കിയാൽ ഇതിപ്പോൾ ഏത് ഘടകം ശരിയാകുന്നതിനും വൈറ്റമിൻ ഡി ആവശ്യമാണല്ലോ എന്ന് നിങ്ങളൊരു പക്ഷേ കേൾക്കുന്നുണ്ടാവാം. മുറിവ് ഉണങ്ങുന്നതിനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. മുറിവിനകത്തുണ്ടാകുന്ന നീർക്കെട്ട് മാറുന്നതിനും ഇൻഫെക്ഷൻ വരാതെ തുരത്തുന്നതിനും, പ്രത്യേകിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. വൈറ്റമിൻ ഡി കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അത്യാവശ്യം പാലിനകത്ത്, മുട്ടയ്ക്കകത്തുണ്ട്, സൂര്യപ്രകാശത്തിനകത്തുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുക്കേണ്ട സാഹചര്യം വരെ ഒരുപക്ഷെ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടി വരും. കൂടാതെ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള, അയൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഹീമോഗ്ലോബിൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ഒരു ഭാഗത്ത് മുറിവ് ഉണങ്ങുന്നുണ്ടെങ്കിൽ രക്തകോശങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുമോ അത്രയും പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അതിന് അന്ന് നിങ്ങൾക്ക് അയണാണ് ആവശ്യം. വിളർച്ച അല്ലെങ്കിൽ ശരീരത്തിനകത്ത് അനീമിയ ഉള്ള ആൾക്കാരിൽ മുറിവ് ഉണങ്ങുന്ന എത്രത്തോളം താമസം വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിളർച്ചയുള്ള പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ചെറിയ പയ്യന്മാർക്കെല്ലാം തന്നെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാതെ കൊണ്ടു കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ? ഇത് മറികടക്കുന്നതിനും അയൺ ആവശ്യമാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഇറച്ചി വിഭാഗം, ഇറച്ചി, മീൻ ഇതെല്ലാം സമൃദ്ധിയായിട്ട് കഴിക്കുക. ലീഫി വെജിറ്റബിൾസ്, നട്ട്സ് കഴിക്കുക വഴിക്ക് ആവശ്യത്തിന് അയൺ ശരീരത്തിലുണ്ടാവും. ഇനി മുറിവ് ഉണങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള അടുത്ത പ്രധാന ഘടകം എന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നു, നേരത്തെ അല്ലേ പറഞ്ഞത് ഈ കൊഴുപ്പധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കരുതെന്ന്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അപകടകരമായിട്ടുള്ള കൊഴുപ്പാണ് ഒഴിവാക്കാൻ പറഞ്ഞത്. എന്നാൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ മുറിവ് ഉണങ്ങുന്നതിന് ആവശ്യമാണ്. കാരണം മുറിവ് ഉണങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം, കാരണം ഇവിടെ ഒരു പ്രോസസ്സാണല്ലോ നടക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള ഊർജ്ജം ശരീരം കൂടുതലായിട്ട് കണ്ടെത്തുന്നത് ഹെൽത്തി ഫാറ്റ്സിൽ നിന്നുമാണ്. ഹെൽത്തി ഫാറ്റ്സ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് മീൻ, നിങ്ങൾക്കറിയാം, ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചാള, ചൂര, അയല പോലുള്ള മത്സ്യങ്ങൾ,
ബദാം, വാൽനട്ട് പോലുള്ളവയ്ക്കകത്ത്, ഒലിവ് ഓയിലിനകത്ത് എല്ലാം തന്നെ സമൃദ്ധിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞയ്ക്കകത്തല്ല ആവശ്യത്തിനുള്ള ഗുണകരമായിട്ടുള്ള കൊഴുപ്പുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ മുറിവ് ഉണങ്ങുന്നവരെ കൂടുതലായിട്ട് കഴിക്കുന്ന വഴിക്ക് വളരെ പെട്ടെന്ന് മുറിവ് ഊറിക്കൂടുന്നതിന് ഗുണകരമായി തീരും. അപ്പോൾ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കഴിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പലരും നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ട് ഈ ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കഴിക്കണം, ഈ മരുന്ന് വാങ്ങി പുരട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുമെന്നുള്ള ഇത്തരം കഥകൾ കേട്ട് വിശ്വസിക്കാതെ ഇത്തരത്തിൽ ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിവ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വന്നിരുന്നാലും, ഇപ്പം ആന്തരിക അവയവങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള മുറിവുകളാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഹീൽ ചെയ്യുന്നതിന് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണക്രമം ഉപകാരപ്പെടും. ഇത് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എല്ലാവർക്കും ഉപകാരപ്പെട്ടുള്ള അറിവായതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഡെഫിനറ്റ്ലി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും കുടുംബത്തിനും ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.